ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്, ലേസ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആയിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അതിനുശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ മസാലപ്പൊടികളും നമ്മൾ ചിക്കനിലേക്ക് പരട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കുക കേട്ടോ. ചിക്കനിലേക്ക് എല്ലായിടത്തേക്കും നന്നായിട്ട് മസാല പിടിക്കുന്ന പോലെ നല്ലതുപോലെ തിരുമ്പി പിടിപ്പിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് കൊണ്ട് ആദ്യം തന്നെ ചിക്കനുമേ നന്നായിട്ട് കുത്താൻ വേണ്ടി പറയുന്നത് കേട്ടോ. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു 2-3 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലേസ് നിങ്ങൾക്ക് ഏത് ലേസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒരു 3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ എല്ലാത്തിലും മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നമ്മൾ എരിവിടാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ലേസിൽ മുക്കിയിട്ട് അതിൻ്റെ മീതെ ഒന്നും കോട്ടിങ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേസ് കൊണ്ട് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. വേറെ സെപ്പറേറ്റ് പിന്നെ മുട്ടയിൽ അതിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുട്ടയൊക്കെ ആക്കി വെച്ച് പരട്ടി വെച്ചതാണ്. ഇനി നമുക്ക് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഓയിലിൽ എന്തിൽ വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. അപ്പം നല്ല ചൂടായിട്ട് ഓരോന്നായിട്ട് 2 പീസ് വെച്ചിട്ടാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ലേസ് ചുറ്റിലും പരത്തിയതിന് ശേഷം നല്ല ചൂട് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിട്ടിട്ട് എടുക്കണം. അപ്പം നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ചിക്കനിന്ന് കുറച്ചൊക്കെ ലേസ് മാത്രം നമുക്ക് പോവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതുമ്പോൾ തന്നെ ഉണ്ടാവും. കാരണം പിന്നെ നല്ല ചൂടോടെ ഇടാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമ്മൾ മറിച്ചിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതലും ലേസ് പോവാണ്ട് ചിക്കനുമ്പോൾ തന്നെ ഉണ്ടാകും കേട്ടോ. ഇനി നമ്മൾ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ മസാലയൊക്കെ പുരട്ടിയത് നമ്മളിതുപോലെ ചിക്കനിക്ക് ആദ്യം നമ്മൾ കുറച്ച് നേരം ഇനി പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ലേസിൽ മുക്കിയിട്ടൊന്ന് ഒരു 2 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ലേസ് അധികം പോവാണ്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു അടിപൊളി ലേസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.